ഹലോ. ഹലോ ബോസ് ആയിരുന്നോ? പറ ബോസേ. അല്ല, ഇതാരാ? ഇത്രയും പോപ്പുലറായ ഈ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല അല്ലയോ ജാട ബോസേ? ഓ, നീയായിരുന്നോ? അതെ, ഞാൻ തന്നെ. എന്താ ബോസേ കാര്യം? ഒന്നുമില്ല. സ്റ്റീഫൻ ഇല്ല ഇവിടെ, അവനൊന്ന് കൊടുക്ക്. സ്റ്റീഫൻ സാറ് കുറച്ച് ബിസിയില്ല സാറേ. സാറിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞോ. നിന്നോടെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. ഇതല്പം സീരിയസ് മാറ്ററാ. അതുകൊണ്ട് നീ സ്റ്റീഫൻ ഒന്ന് വിളിക്കേ. അതെ ഡാനി സാറേ, ഇനി മുതൽ സീരിയസ് മാറ്റേഴ്സും എന്നോട് പറയാം. ഇപ്പൊ ഇവിടുത്തെ PA ഞാനാ. ഇനി മുതൽ സ്റ്റീഫൻ സാറല്ല സാറിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാ, കേട്ടല്ലോ? എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ ആരടി? എന്റെ വൈഫോ? നിങ്ങളുടെ വൈഫോ? ഞാനോ? അതിനെ മണി പൊളിക്കും. ഇതിനൊക്കെ ഉള്ളത് നിനക്ക് ഞാൻ അവിടെ കമ്പനിയിൽ വെച്ച് തന്നോളാം. ഇപ്പൊ ഇവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യ ടൈമായി, അതുകൊണ്ട് ഞാൻ വെക്കുവാ. അതെ സാറ് വെക്കല്ലേ. പിന്നെ അപ്പയൊക്കെ വെച്ചോ? ഇനി എവിടെയാണ് എന്തോ ആ പെണ്ണുമ്പളുടെ ക്യാമ്പിൻ. ഇനി അങ്ങോട്ട് പോയിട്ട് വേണം കുറച്ച് പണി ഒപ്പിക്കാൻ. നീ ഇതെങ്ങോട്ടാ? ഈ ദീനൊന്നും വിളിച്ചുകൂടാ. മാഡം മാഡം എന്ന് വേണം വിളിക്കാൻ. മാഡം? അതെന്നാടി ഇതുവരെ ഇല്ലാത്തൊരു മാഡം വിളി ഇപ്പൊ? നിങ്ങൾക്കൊന്നും തീരെ മാനേഴ്സ് ഇല്ല. ഇവിടെ നിന്ന് നിങ്ങളുടെ സാറുണ്ടാവില്ല. സോ ഇന്ന് നിങ്ങളെ ഭരിക്കാൻ പോകുന്ന നിങ്ങളുടെ ബോസ് ഈ ഞാനാ. നീയോ? അല്ല, സാധാരണ ഇവിടെ ബോസ് ഇല്ലാത്തപ്പോ സ്റ്റീഫൻ സാറാണല്ലോ അല്ല മാനേജ് ചെയ്യാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? അത് അന്തകാലം, ഇത് ഇന്തകാലം. ഇപ്പൊ ബോസിന് അസിസ്റ്റന്റ് ആയിട്ട് ഞാനുണ്ടല്ലോ. പിന്നെ എന്തിന് സ്റ്റീഫൻ സാറൊക്കെ? മാഡം അങ്ങനല്ല സാർ, സാറിപ്പോ ബിസി ആണല്ലോ. അപ്പൊ ഞാൻ വേണ്ടേ സാറെ നോക്കാൻ, അത് പറയായിരുന്നു. അല്ലേലും ഇനി അങ്ങോട്ട് താൻ തന്നെയാണല്ലോ ഡാൻ ഇല്ലാത്തപ്പോ ഇതൊക്കെ നോക്കേണ്ടത്. അതെ, അത് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞത് അല്ലേടി? ആണോ? അല്ലേ? അതെ അതെ. ചെയ്യുന്ന വർക്കിലൊക്കെ വേറെ ആരെങ്കിലും മിസ്റ്റേക്ക് ഒന്നും വരാതെ നോക്കണം. ഓ, അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ ദൃശ്യ, ഈ ഫയൽ റെഡിയാക്കി ക്യാമ്പിലോട്ടേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്തിക്കണേ. ശരി സാറേ, ഞാൻ ചെയ്തോളാം. അതിന് ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സാറേ, ഫയൽസ് അല്ലായിരുന്നോ? അത് ഞാൻ വേഗം റെഡിയാക്കി തരാം. ഓ, നിന്നോടായിരുന്നോ? സോറി സാറേ, ഞാൻ വിചാരിച്ചു എന്നോടാണെന്ന്. ഇറ്റ്സ് ഓക്കെ. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യനോ. ഇങ്ങനെയെങ്ങാനും എന്റെ C ആക്കിയിട്ടിരുന്നാലും നല്ല അടിപൊളിയായാണ്. എനിക്ക് കിട്ടിയ ബോസ് ഉണ്ടല്ലോ, അങ്ങനെ പറ്റി പറയാതിരിക്കുന്നതാ നല്ലത്. സ്റ്റീഫൻ സാറ് പണ്ടേ അങ്ങനെയാടി. ആള് നല്ല കമ്പനിയാ. കൂടാതെ സാർ എന്റെ കൂടെ പഠിച്ചതാ. ഞാൻ +2 പഠിക്കുമ്പോ സാർ +2. പക്ഷെ ഡാനി സാർ അങ്ങനല്ല. സാറിന്റെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്ന് ആർക്ക് പറയാൻ പറ്റത്തില്ല. അതെനിക്ക് മനസ്സിലായി. ആളുടെ സ്വഭാവം ഓന്ന് പോലെയാണെന്ന്. പാവടി. അതെ, പാവം ബോസ്. പിന്നെ ഞാൻ ഇപ്പൊ വരാവേ. നീ ഇത് എവിടേക്കാടി പോകുന്ന? നീ സാറ് പറഞ്ഞ എല്ലാവർക്കും ചെയ്തോ? ഇല്ല, അതൊക്കെ ചെയ്യാന്നേ. ഞാനിത് ഒരു സ്ഥലം വരെ പോയിട്ട് ദേയെ പോയി വന്നു. ഇനി കുരിപ്പിത് എവിടേക്കാണ് എന്തോ പോന്ന. എക്സ്ക്യൂസ് മീ മാഡം, മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. നീയോ? നീ എന്താടി ഇവിടെ? അതെന്താ സ്റ്റെല്ല, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ആരുടെയും പെർമിഷൻ വേണോ? യെസ് വേണം, എന്റെ പെർമിഷൻ വേണം. എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എങ്ങനെയാ എന്റെ ക്യാമ്പിലോട്ടേക്ക് വരുന്നോ? എന്തോ മാഡം, മാഡത്തിന് എന്താ ബോധമൊന്നുമില്ലേ? മാഡത്തിനോട് ചോദിച്ചിട്ടല്ലേ തൊട്ട മുമ്പ് ഞാൻ ഇവിടേക്ക് കയറി വന്നത്. അല്ല, നിന്നെ ഡാനി അടിച്ച് പുറത്താക്കിയതല്ലേ, പിന്നെ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? പുറത്താക്കുന്നവർക്ക് കയറി വരാനുള്ള സ്ഥലമല്ല ഇവിടെ. എന്നെ ആരും അടിച്ച് പുറത്താക്കിയിട്ടില്ല മാഡം. അഥവാ അടിച്ച് പുറത്താക്കി തന്നെ അന്തസ്സോടെ പുറത്ത് പോവാനും എനിക്കറിയാം. അല്ലാതെ ഇങ്ങനെ ഉളുപ്പില്ലാത്തവരുടെ മുമ്പിലേക്ക് കയറി വരാറില്ല. എന്റെ ക്യാമ്പിലേക്ക് വന്നതും പോലെ എന്നോട് എന്നെ ഡയലോഗ് അടിക്കുന്നു. അല്ല, നിന്നോടാരാ എന്റെ ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞ? പിയുടെ വർക്ക് ചെയ്താ മതി. അത് തന്നെയാണല്ലോ മാഡം ചെയ്തോണ്ടിരിക്കുന്നോ? എന്ത് മടി? എന്നതാ ഇവിടെയാണോ നിന്റെ വർക്ക്? മാഡം റിലാക്സ്. ഇന്നിവിടെ നിങ്ങളുടെ ബോസ് ഇല്ല. സോ ഇന്നത്തെ ഇവിടുത്തെ കാര്യം ഞാനാ നോക്കാൻ പോകുന്നേ. പുരം ചാച്ചാ. വാട്ട്? നീയോ? ഈ വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ ആര് ഈ വർക്കൊക്കെ കൊടുത്തത്? വേറെ ആരല്ല മാഡം, ഈ വലിഞ്ഞു കയറി വന്നവർക്ക് സാറ് തന്നെയാ ഈ വർക്ക് തന്നത്. ആര്? ഡാനിയോ? സാറെന്ന് പറഞ്ഞില്ലേ, അപ്പോ സാറ് തന്നെ. ഡാനിക്ക് ഇതെന്ത് പറ്റി? ഇവൾക്കൊക്കെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്താ ഇവൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയും അത് ഡബിൾ ആവുമല്ലോ. എന്താ മാഡം നിങ്ങ എന്നെ നിனைக்கிறേ? എന്ത്? ഒന്നുമില്ല മാഡം. ഈ പുറത്തു നോക്കി ഈ തമിഴ് കേട്ട് എന്റെ വായിലിപ്പോ തമിഴ് മാത്രമേ വരണുള്ളൂ. അതൊക്കെ പോട്ടെ. പിന്നെ മാഡത്തിന് കുറച്ച് വർക്കുണ്ട്. ഒരു പ്രൊജക്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഒരു ഫയൽ ഉണ്ട്, അതിന്റെ ഫോർമാറ്റ് മാത്രം മാഡം ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി.
പിന്നെ എനിക്ക് ഫ്രൈഡേ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വർക്ക് കൂടിയുണ്ട്. അത് ഇന്ന് രാത്രിക്കേക്ക് അല്ല വേണ്ട, നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഒന്ന് ചെയ്ത് തന്നാ മതി. ആ ഇത്രേ ഉള്ളൂ, മതി. ഇതൊക്കെ ആര് ചെയ്യണം? ഞാനോ? ഈ വേണ്ട, ഞാൻ ചെയ്യാം. ഓ എങ്കിൽ പോയി ചെയ്തോ. ഇതൊക്കെ എന്നാത്തിനാ എന്നോട് പറയുന്ന? അത് ശരി, ഞാനല്ല, മാഡത്തിനുള്ള വർക്ക് തന്നെ ഇതൊക്കെ. നീ പറയുന്നത് അതേപടി അങ്ങ് ചെയ്യാൻ ഞാൻ ആരുടെയും അസിസ്റ്റന്റ് ഒന്നല്ല. ഞാന് ഹെഡ് ആണെങ്കിലും ശരി, മാലാണെങ്കിലും ശരി, ഇന്നത്തേക്ക് അല്ല വേണ്ട, നാളത്തേക്ക് ഞാൻ പറഞ്ഞ എല്ലാവർക്കും മാഡം ചെയ്തു തന്നേ പറ്റൂ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നീ ആരാടി? നീ പറയുമ്പോ ഇതൊക്കെ എന്റെ പട്ടി വന്ന് ചെയ്യും. ഇവിടെ തന്നെ ഒരു പട്ടി നിന്ന് കുരയ്ക്കുമല്ലേ, പിന്നെ എന്നാത്തിനാ വേറൊരു പട്ടി? ഇവിടുന്ന് പുറത്തു പോ. കൂടുതൽ ഒച്ച വെക്കേണ്ട മാഡം, ഞാൻ പൊക്കോളാം. അല്ലെങ്കിലും ഇവിടെ അന്തി ഉറങ്ങാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ ഡയലോഗ് കൊള്ളായിരുന്നു. ഡയലോഗ് റോമാൻസിഫിക്കേഷൻ. അടിച്ച് കിസ് അടിച്ച് പോയി ഡാഡി സാറിന്റെ ഫസ്റ്റ് കിസ് പോയതല്ല, ഡാഡി സാറിന്റെ കിസ് സ്നേഹ കൊണ്ടുപോയി. അത് തന്നെ, ഡാഡി സാറിന്റെ ഫസ്റ്റ് കിസ് സ്നേഹ കൊണ്ടുപോയി. അതിന് ഡാഡി സാറ് നിന്നോട് പറഞ്ഞോ ഇത് ഡാഡി സാറിന്റെ ഫസ്റ്റ് കിസ്സാന്ന്? പറഞ്ഞൊന്നുമില്ല. സാറിന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോ ഐ തിങ്ക് ദിസ് വാസ് ഹിസ് ഫസ്റ്റ് കിസ്. ഈശ്വരോ, ഇങ്ങേരുതെപ്പോ വന്ന്? ഇങ്ങേരെന്താ കുപ്പിന്ന് വരുന്ന ഭൂതാണോ ഇടയ്ക്കിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ? എന്നതാടി ഇത്? നിനക്കെന്താ തീരെ ബോധമില്ലേ? അയ്യോ സോറി 100 വട്ടം സോറി. ഞാൻ സാറ് വല്ലത് കണ്ടില്ല, അതുകൊണ്ടാ. നീ എന്ത് വിചാരിച്ചു? ഇന്ന് മുഴുവൻ ഈ കമ്പനി നിന്റെ തലയിലാക്കി ഞാൻ പോകുന്നോ? അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ വിചാരിച്ചു സാറ് വരാൻ ലേറ്റ് ആവോന്ന്. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. എനിക്കറിയായിരുന്നു നീ എന്തേലും പണി ഒപ്പിച്ചു വെക്കുമെന്ന്, അതുകൊണ്ടാ ഞാൻ നേരത്തെ ഇങ്ങ് പോന്നെ. ദാറ്റ് വാസ് അമേസിംഗ്. പിന്നെ സാറേ, ഞാൻ ഒരു പണി ഒപ്പിച്ചിട്ടില്ല. പിന്നെ സാറ് നിങ്ങൾ വന്നേ. എങ്ങോട്ട് വരാൻ? ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ് നീ പറഞ്ഞാ മതി. ശരി, ഇങ്ങോട്ട് വാ സാറേ. വിട്, എന്താ കാര്യം? സാറിനെ പേടിയാണോ? പേടിയോ? നിന്നെയോ? നിന്നെ പോലുള്ള അടക്കാ കുരുകളെ കണ്ട് പേടിച്ചോളുന്നവനല്ല ഈ ഡാനി. അത് ശരിയാ, ഞാനത് ഇന്ന് രാവിലെ വെടിപ്പായി കണ്ടതാണല്ലോ. അത് നീ വല്ലതും വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ കൂട്ടിയ അത് നിനക്കൊരു പ്രശ്നം വരത്തില്ല. പ്രശ്നം മുഴുവൻ എനിക്കാ വരുന്നത്, അതുകൊണ്ടാ, അല്ലാതെ നിന്നെ പേടിച്ചിട്ടൊന്നല്ല. ഓഹോ, അപ്പടിയാ? അതെ, അല്ലാതെ നിന്നെ പോലുള്ള അടക്കാ കുരുവിളൊക്കെ കണ്ട് ആര് പേടിക്കാനാ? ഹേ മിസ്റ്റർ, ഇപ്പൊ ഇവിടെ എല്ലാരും കണ്ടു നമ്മൾ തമ്മിലുള്ള കിസ്സിംഗ് സീൻ. പിന്നെ ഇപ്പൊക്കത്തൊന്നും ഒരു കാര്യമില്ല. വർക്കില എല്ലാം ഇരിക്കുന്ന. ഇവളെന്താ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്നത് പോലെ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ 2 അടിയായി. വാ വിളിച്ച് നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് തന്ന വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഓ വന്നല്ലോ ഭരണാധികാരി. വാട്ട് ഇസ് മർമറിങ് യു? എന്നടി നിന്ന് പെറുപെറുക്കണേ? ഒന്നുമില്ല മാഡം, അവളൊരു മൂളിപ്പാട്ട് പാടിയതാവും. വർക്ക് ചെയ്യുമ്പോ അത് ചെയ്തേച്ചാ മതി. അവളുടെ ഒരു മൂളിപ്പാട്ട്. ഓ ശരി മാഡം, ആയിക്കോട്ടെ. എന്നാലും ഈ വൈകി ഏറി വന്നവള് എന്തൊക്കെ കാണിക്കുന്ന? നാണമില്ലാത്തവള്. നാണം കൂടിയതുകൊണ്ടാണല്ലോ ഡാൻസ് സാറിന്റെ പുറകെ നടന്നിങ്ങനെ വേർപ്പിക്കുന്ന. മിണ്ടാതിരിക്ക്, അതങ്ങ് പോയിക്കോട്ടെ. എന്തേലും പറഞ്ഞാ പിന്നെ അത് മതി പെണ്ണുപിള്ളിക്ക്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചവള് അങ്ങനെയൊക്കെ. ഇനി അറിയാതെ പറ്റിയതാണോ അതോ അവള് അറിഞ്ഞോണ്ട് ചെയ്തതാണോ? എന്നതാണ് നീ ആലോചിക്കുന്നത്? കുറെ നേരായല്ലോ. അതൊന്നുമില്ലടാ. അല്ല, നിത്യയുടെ പകരം വേറൊരു കൊച്ച് ട്രാൻസ്ഫർ ആയി വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെപ്പോഴാ ജോയിൻ ചെയ്യുന്ന? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നാളെയോ മറ്റന്നാളോ ജോയിൻ ചെയ്താ പറഞ്ഞേ. വരുന്നത് ആരായാലും ഇപ്പൊ വന്നവളെ പോലെ ആവാതിരുന്നാ മതി. ഇപ്പൊ വന്നവളോ? ആരാടാ? സ്നേഹാണോ? അത് തന്നെ. ഒരാളെയും പേടിയില്ല അതിന്. തോന്നിയതുപോലുള്ള നടത്തവും കളിവെക്കാം. പിന്നെ ഇപ്പൊ അതിന് ഞാൻ അങ്ങനെ വർക്കൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞോട്ടെ, എക്സ്ട്രാ വർക്ക് കൂടി ചേർത്ത് കൊടുത്തോളാം ഞാൻ. എന്നതാടാ, വിട്ടേക്ക്. അതൊരു വായാടിയാന്നേ. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ വായാടിത്തല മാത്രമൊന്നല്ല. അടുത്തറിഞ്ഞ ആളൊരു പാവാന്നാ തോന്നുന്നേ. പിന്നെ പാവല്ല, പാവാടി അവള്. അവളുടെ തനി സ്വരൂപം ഇന്ന് ഞാൻ രാവിലെ മീറ്റിങ്ങിന് പോകുമ്പോ തന്നെ കണ്ടതാ. അത് ഞാനും കണ്ടതായിരുന്നല്ലോ. അല്ല, നീ എന്നാത്തിനോട് ചിരിക്കുന്ന?
അല്ലേലും നിനക്ക് അവളൊരു സോഫ്റ്റ് കോൺ ഉണ്ട്, അതിനാ ശ്രദ്ധിച്ചതാ. ഹേയ് അങ്ങനൊന്നുമില്ലടാ, അവളെ കാണുമ്പോഴേക്ക് എനിക്ക് സാര കൊച്ചിനാ തോന്നുന്നത്. അവളുടെ അതേ പ്രായമല്ലേ, പിന്നെ അവളുടെ അതേ കളിയും സംസാരവും ഒക്കെ. ആ മതി, അത് വിട്. നീ ചെല്ല്, എന്നിട്ട് ആ ഇഷാനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞോട്. നിന്റെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതുകൊണ്ടാണോന്ന് അറിയില്ല, നിന്റെ അതേ സ്വഭാവം അവൾക്ക്. വർക്കൊന്നും പ്രോപ്പറായിട്ട് ചെയ്യത്ത് പോലും ഇല്ല. എടാ മോനെ, അതിന്റെ ഇടയിൽ എനിക്കിട്ട് താങ്ങല്ലേ. എന്റെ സ്കൂളിൽ അവൾ പഠിച്ചതെന്നത് സത്യം, അല്ലാതെ നമ്മൾ രണ്ടാളും ഒരു ക്ലാസ്സിലല്ലായിരുന്നു. എന്ത് പറ്റി? ഇന്ന് ലേറ്റ് ആയല്ലോ. ആ ചേച്ചി, അതൊരു സ്ഥലം വരെ ഫ്രണ്ടിനോട് പോയതാ, അപ്പോ കുറച്ചൊന്ന് ലേറ്റ് ആയി. ഓ, ആ ഫ്രണ്ടും പെണ്ണ് തന്നെയാണോ അതോ? ആ അതെ, പെണ്ണോ. എന്നാ ചേച്ചി? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എന്നാ ശരി ചേച്ചി, ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ, ആകെ ടയേർഡാ. ഏയ് നിക്ക് നിക്ക്, നിന്നെ അന്വേഷിച്ച് ഒരു പെൺകൊച്ച് വന്നായിരുന്നു. ചോദിച്ചപ്പോ ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ. ആർക്കറിയാം ഫ്രണ്ട് ആണോന്ന്. ഈ പെണ്ണുമ്പോഴെന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ? ആദ്യമൊക്കെ നല്ല സ്വഭാവമായിരുന്നല്ലോ, ഇപ്പൊ ഇതെങ്ങനെയായോ? അതെ, ഫ്രണ്ട് എന്നിട്ട് അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ചെന്നൊരു കോഫി ഒക്കെ ഉണ്ടാക്കി കൊടുക്ക്. അകത്തേക്കോ? കർത്താവേ, ഇനി ആരാണോ എന്തോ. അകത്തേക്ക് കയറി നിന്നാ ഇവൾക്ക് ടെൻഷൻ അടിക്കുന്ന സംതിങ് ഫിഷി. അതെ, ഡോർ തുറക്ക്. തുറന്നു കിടപ്പുണ്ടായിരുന്നോ? വെറുതെ 2 കൊട്ട് വേസ്റ്റായി. ഹലോ, എക്സ്ക്യൂസ് മീ, ആരാ? മുത്തേ, നീ വന്നോ? എത്ര നേരം കൊണ്ട് ഞാൻ നോക്കിയിരിക്കുക. തള്ളയ അന്നമ്മ, എടി നീ ആയിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എന്റെ അമ്മയെ വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. സർപ്രൈസുകൾ ഈ അന്നമ്മക്കൊരു വീക്ക്നെസ് ആണെന്ന് അറിയാൻ പാടില്ല എന്റെ കൊച്ചിനെ. അല്ല, നീ എന്നത്തിനായിരുന്നു പേടിച്ചെന്ന് പറഞ്ഞേ? നീ കണ്ടല്ലോ ഈ അപ്പാർട്ട്മെന്റിന്റെ കോലം. ഇക്കാലത്തിൽ ആരാണാവോ ഇതിന്റെ അകത്തേക്ക് എഴുന്നള്ളാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ആകെ ടെൻഷനായി. പിന്നെ പറയാനും പറ്റൂല, എന്റെ പുന്നാര ഹൈജീൻ പ്രിയാമ്മ ആളെ വിടാനും ചാൻസ് ഉണ്ട്. ഇവിടെ വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി. അത് സത്യം തന്നെയുടെ, നീ താമസിക്കുന്ന ഒരു റൂമല്ലേ ഇത്? എന്തോ ഇതിന്റെ കോലം. വല്ലപ്പോഴൊന്ന് അടിച്ചു തടിച്ച് ഇട്ടൂടെ നിനക്ക്? അയ്യോ, യാരുടെ പേഴ്സണേ, അന്നമ്മയോ? നിന്റെ ഹോസ്റ്റൽ റൂമിന്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലേ? അത് വല്ലവരുടെയും ഹോസ്റ്റൽ റൂം അല്ലേ? ഇത് നിന്റെ അഭിയേട്ടൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സെറ്റാക്കി തന്ന ഒരു അപ്പാർട്ട്മെന്റ്. അതും ഇത്ര നല്ല അപ്പാർട്ട്മെന്റ് ഇങ്ങനെ മോശമാക്കി വെക്കുന്നത് വളരെ മോശമായിട്ടോ സ്നേഹിച്ചേ. അതൊക്കെ വിട്. അല്ലടി, നീ എന്താ പെട്ടെന്ന് ഒരു വാക്ക് പോലും പറയാതെ? അതല്ലേ പറഞ്ഞേ, സർപ്രൈസ്. എങ്ങനെയുണ്ട്? ഓ കൊള്ളാടെ. അല്ല, ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വരാൻ എന്തേലും ഒരു റീസൺ കാണുമല്ലോ. അതെന്തോന്നാടെ അങ്ങനെ ഒരു ടോക്ക്? എനിക്കെന്താ നിന്റെ അടുത്തേക്ക് വന്നുവിടായോ? നീ മാത്രമേ വരാവൂ, അല്ലേലും എനിക്ക് ഇവിടെ രാത്രിയൊക്കെ വൻ ബോറായിരുന്നു. ഇപ്പൊ നീ ഉണ്ടല്ലോ. അല്ല, നീ വേഗം തിരിച്ചു പോവോ? എങ്കിൽ പിന്നെ എന്റെ കൊച്ചിന് ഞാൻ വേറൊരു സർപ്രൈസ് കൂടി തന്നാലോ? എന്ത് സർപ്രൈസ്? പറയാനും അങ്ങോട്ട്. പറയണോ ഇപ്പോ? പിന്നെ പറയാതെ ഇത് തക്കിടല്ലേ? പറയാനും അങ്ങോട്ട്. പറഞ്ഞ എനിക്ക് എന്തുണ്ടാക്കി തരും? എനിക്കൊരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കി തരോ? പിന്നല്ലാതെ ഷേക്കും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി തരാം. ഒന്ന് പറയടി. അങ്ങനെയാണ് ഞാൻ ഇനി തിരിച്ച് പോണില്ല. അതിനാ ഞാൻ ഷേക്കും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ടോ? ഏയ് അങ്ങനെയല്ലടി, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇനി മുതൽ ഞാൻ ഇവിടെയുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള കമ്പനിയോ? ഏത് കമ്പനിയാടി? പേരെന്നാ? പേര് പി വെച്ചിട്ടെന്തോ ആണ്. എനിക്ക് പണ്ടേ പിന്നെ ഓർമ്മശക്തി കൂടുതലായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നു പേര്? പി വെച്ചിട്ടാണോ? നന്നായിട്ടൊന്ന് ഓർത്ത് നോക്കിയിട്ട് കിട്ടും. പേര് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലടി. എന്തായിരുന്നു? പിയാളോ അങ്ങനെന്തോ. പിയാളോ? എടി, പിയേഴ്സ് ഇൻഡസ്ട്രീസ്. അതന്നെ. വായിക്കിട്ടാത്തൊരു പേരും. അല്ല, നിനക്കറിയോ? അറിയോന്നോ? എനിക്കേ അറിയൂ. ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ പുനാരെ കമ്പനി അല്ലയോ അത്? പോടി അവിടുന്ന്, ചുമ്മാ പോയിസല്ലാതെ. ഇത് കള്ളല്ല. ഞാൻ എന്നതിലാ നിന്നോട് കള്ളം പറയുന്ന? നിജമാ, സത്യമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന. അപ്പൊ നിനക്കും അവിടെ തന്നെയാണോ വർക്ക് കിട്ടിയേ? ആടി പോത്തെ, ഞാനും അവിടെ തന്നെയാ വർക്ക് ചെയ്യുന്ന. ശരിക്കും? അപ്പോ നമ്മൾ ഇനിയും വീണ്ടും ഒരുമിച്ച്? അതെ, പിന്നല്ല, നമുക്ക് ഇനിയൊരു പൊളി പൊളിക്കണം. ആഹാ, പൊളിക്കാനൊക്കെ പ്ലാൻ ഉണ്ടല്ലോ. ആരേത്? ഗേൾഫ്രണ്ടാ? അല്ല, ബോയ് ഫ്രണ്ട്. ഈ പെണ്ണുപിള്ളക്ക് എന്താ എന്നെ കണ്ടിട്ട് ബോയിനെ പോലെ തോന്നുന്നുണ്ടോ? ഗേൾഫ്രണ്ടോ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്ന?
ഏയ് ഒന്നുമില്ല, ഇപ്പത്തെ കാലാണല്ലോ, ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും കണ്ട ഏകദേശം അതുപോലെ തന്നെയുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. വാട്ട് യു മീൻ മാഡം? യു മീൻ ലെസ്ബിയൻ കപ്പിൾസ്? മനസ്സിലാവേണ്ടവർക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ കൂടെ ഏത് നേരം ഉണ്ടാകുന്ന ഒരു തള്ളച്ചില്ലേ, അപ്പോ ആ തള്ളച്ചിയും നിങ്ങളും കൂടി ആ ബന്ധാണോ? അത് എന്തേച്ചി, തൊണ്ടയില് എല്ല് കുടുങ്ങിയോ? എടി മിണ്ടാതിരിക്ക് ചേച്ചി, ചേച്ചി പൊക്കോ, നമുക്കിവിടെ കുറച്ച് പണിയുണ്ടേ. ഓ പണി പണി, നടക്കട്ടെ നടക്കട്ടെ, നാം ഒരു ശല്യമാവുന്നില്ല. ആ ശല്യമാവാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. ചേച്ചി ഒന്ന് പോയാട്ടെ. നിനക്കറിയോ അതിന്? ഓ കഷ്ടാലത്തിന് അറിയാടി, എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു കോളേജിൽ. ആഹാ, അപ്പൊ നിങ്ങൾ സീനിയർ ജൂനിയർ ഫൈറ്റ് ആയിരുന്നു മുമ്പ്, കണ്ടിട്ട് അതുപോലെ തോന്നി. ആ ഏകദേശമൊക്കെ അങ്ങനെ ആയിരുന്നടി. അല്ല അത് വിടി, നീ വാ, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എനിക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നീ വാ, നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസോ? അപ്പോ ഷെയ്ക്കോ? ഷെയ്ക്കാക്കിന്റെ മുത്തേ, നീ വന്ന സന്തോഷത്തില് നമുക്കൊരു പായസം കഴിച്ചേക്കാം. അത് നല്ല ഐഡിയ. എന്നാ പിന്നെ ആടെ പായസം തന്നെ ആയിക്കോട്ടെ. പിന്നല്ലാതെ പാലട തന്നെ അങ്ങ് ഉണ്ടാക്കാന്നേ. നീ വാ. അല്ല, ഇവിടെ എന്നെ ആക്കുന്നതാണോ? എന്തായാലും പട്ടിണി കിടാതിരുന്നാ മതി, വിടടി. ആഹാ, ഇതാണോ കമ്പനി? കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുറത്ത് നിന്ന് അതിന്റെ ഭംഗി ആസ്വദിക്കാതെ അകത്തേക്ക് കയറി വാടി. ആ വരൂ വരൂ വരൂ. ഹലോ, ഗുഡ് മോർണിംഗ്. അല്ലടി, ഇതാരാ? ഗുഡ് മോർണിംഗ്, ഇതെന്റെ ഫ്രണ്ടാടി, അന്ന തെരേസ. ഓ ഹായ്, ഞാൻ ദൃശ്യ. ഹലോ, ഞാൻ അന്ന തെരേസ. സ്നേഹമുള്ളവരെന്നെ അന്നമ്മ എന്ന് വിളിക്കും. ഈ കുരിപ്പൊക്കെ എന്നെ അങ്ങനെ വിളിക്കുന്ന. ഇതെന്താ വലിഞ്ഞു കയറി വന്നവള് വീണ്ടും ഓരോരുത്തരെയും കൊണ്ട് വരുവാണല്ലോ. ഓ വന്ന്. അല്ലടി, അക്കൗണ്ടിങ് സെക്ഷനിലെ ഒരു ജോലി ഒന്നും കൊടുക്കുന്നില്ലേ? ഈ പെണ്ണുപിള്ള ഏത് നേരം പുറത്താണല്ലോ. ആരാടി ഇത്? കണ്ടാൾമാരെയൊക്കെ കൂട്ടി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന? തള്ളേ, ഇതാര്? സ്റ്റെല്ല ചേച്ചിയാ? ഇതിനെ നിനക്കറിയോ? ആടി, ഞാൻ പറഞ്ഞില്ലേ നിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആ തള്ളച്ചിയുടെ സൂപ്പർ സീനിയർ അല്ലേ? ആ തള്ളച്ചിയുടെ കസിനാ ഈ തള്ളച്ചി. ഓ അപ്പൊ രണ്ട് കസിൻ ആയിരുന്നല്ലേ? വെറുതെ അല്ല, രണ്ടെണ്ണത്തിനും ഏകദേശം ഒരേ മുഖച്ചായുണ്ട്. ഭാഗ്യം രണ്ടെണ്ണത്തിനും ഒരേ സ്ഥലത്ത് ജോലി കിട്ടാനത്. ഡിഡി ഇങ്ങോട്ടേക്ക് നോക്കിക്കേ. നിന്നെ ഞാൻ എവിടെയോ. ഏയ് അങ്ങനെയാവാൻ ചാൻസ് ഇല്ല. മനസ്സാ വാചാ കർമ്മ എനിക്ക് മാഡത്തിന് അറിഞ്ഞൂടാ. കൂടാതെ നോമിവിടം ആദ്യമായിട്ടാണേ. ആഹാ, രണ്ടും ഒരേ ടൈപ്പ് ആണല്ലോ ഡി. അല്ല ആരെയും ആയിക്കോട്ടെ, നീ എന്താ ഇവിടെ? സ്റ്റെല്ല, ആ കൊച്ചു വന്ന് കേറിയില്ല, അപ്പേക്കും തുടങ്ങിയോ? വന്ന് കേറിയില്ലേ? നമ്മള് വന്ന് കേറിയല്ലോടി. മിണ്ടാതിരിക്കടി, നിന്റെ ഹെഡാ അങ്ങേര്. ആ ഇങ്ങേരാണോ എന്റെ ഹെഡ്? பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ, மீதி ஜீவன் என்னை